Hello guys, welcome to a new video. This is Sona, a final year MBBS student from Government Medical College, Thrissur. So ഇനി ഹാർഡ്ലി ഒരു 2 months ആണ് നമുക്ക് നീറ്റിന് ബാക്കിയുള്ളത്. ഈ സമയം എല്ലാവരും പാനിക്കായി കുറെ റോങ് ഡിസിഷൻസ് എടുക്കണ സമയമാണ്. സോ ഇത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയമാണ് ഈ 2 months എന്ന് പറയുന്നത്. സോ ഈ സമയത്ത് എന്തൊക്കെ മിസ്റ്റേക്സ് നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഈ 2 months നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറെ മിസ്റ്റേക്സ് ഉണ്ട്. ആ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്താൽ തന്നെ നമുക്ക് നീറ്റിൽ നല്ലൊരു റാങ്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഒരുപാട് ആൾക്കാരെ കേട്ടിട്ടുണ്ടാവും, അങ്ങനെ പഠിക്കണം, ഇങ്ങനെ പഠിക്കണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. പക്ഷെ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാനും എന്റെ ബാച്ച്മേറ്റ്സും ഈ നീറ്റിൽ എന്ത് ചെയ്തു, ലാസ്റ്റ് 2 months എന്ത് ചെയ്തു എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്റെ ബാച്ച്മേറ്റ്സ് ഒക്കെ ആവുമ്പോൾ ശരിക്കും അവർ നീറ്റിന്റെ ഈ ഫേസിലൂടെ കടന്നു വന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ശരിക്കും ഈ 2 months എന്താ ചെയ്യേണ്ടതെന്നൊരു ബോധ്യം ഉണ്ടോ. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്മീനു, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ലാസ്റ്റ് 2 months ഒരു നീറ്റ് ആസ്പിരന്റ് എന്തൊക്കെ മിസ്റ്റേക്സ് ഒഴിവാക്കണം? ഫസ്റ്റ് ഓഫ് ഓൾ, ഡോണ്ട് സ്റ്റാർട്ട് എനിത്തിങ് ന്യൂ. കാരണം ഇപ്പൊ നിങ്ങൾ എന്ത് പുതിയത് പഠിച്ചാലും കാര്യമില്ല. ഓൾറെഡി പഠിച്ചിട്ടുള്ള സാധനങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ലാസ്റ്റ് 2 months ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് ടെസ്റ്റ് ആണ്. അതായത് ദിവസേന ഒരു 2 ടെസ്റ്റ്, ഫുൾ ടെസ്റ്റ് വിത്ത് ടൈമർ ചെയ്യുക. അതിന്റെ കൂടെ ഒരു നോട്ട്ബുക്ക് പ്രിപ്പയർ ചെയ്യുക. അതിൽ മിസ്റ്റേക്സ് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് കണ്ടിന്യൂസ്ലി കീപ് റിവൈസിങ് ദാറ്റ് നോട്ട്ബുക്ക്. ആ മിസ്റ്റേക്ക് കോപ്പി നിങ്ങൾ റിവൈസ് ചെയ്യുക. എന്നിട്ട് ടെസ്റ്റ് കൊടുത്തോണ്ടിരിക്കുക. അതായത് ഡോണ്ട് ബി ഡിസ്ഹാർട്ടൻഡ് ഇഫ് യുവർ മാർക്സ് ആർ ലോ, ഇറ്റ് വിൽ ഗ്രാജുവലി ഇൻക്രീസ്. പക്ഷെ ഈ 2 months എനിക്ക് പേഴ്സണലി തോന്നുന്നത് ടെസ്റ്റ് കൂടുതൽ കൊടുക്കണം എന്നാണ്. നീറ്റ് ആസ്പിരന്റ് അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്സ് ബേസിക്കലി നമ്മൾ ആരുടെയെങ്കിലും എല്ലാരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യലാണ് നമ്മൾ സാധാരണ ചെയ്യലായിരുന്നു. പക്ഷെ ഒരാൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് വേറൊരു സാധനം അറിയില്ല എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും പാനിക് ആവാൻ പാടില്ല. ആള് പറയുന്ന സാധനം നമുക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല, അതേമാതിരി നമ്മൾക്ക് അറിയേണ്ട ആൾക്കും അറിയണ്ടാവില്ല. നിങ്ങൾ അറിയാത്ത സാധനങ്ങൾ പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം പഠിക്കാൻ നോക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പിന്നെ ഒരുപാടധികം എല്ലാം കൂടി സ്ട്രെസ് ചെയ്തിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കരുത്. ജസ്റ്റ് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. ബാക്കിയുള്ളത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് അവോയ്ഡ് ചെയ്യുക. ഓൾമോസ്റ്റ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളെല്ലാവരും റിവിഷൻ ടൈമിലായിരിക്കും. കൂടുതലും ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക. ഫുൾ ടോപ്പിക്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ ഏത് കോച്ചിങ് സെന്ററിലാണോ അവിടെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസും എക്സാംസ് ഉണ്ടായിരിക്കും. മോഡൽ എക്സാംസ് ഫുൾ ടോപ്പിക് ആയിട്ടുള്ളത്. അത് കൂടാതെ തന്നെ നിങ്ങൾ ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ മാക്സിമം പറയുന്ന പോലെ ഇപ്പം ഓൺലൈൻ ആയിട്ടൊക്കെ പഠിക്കുന്നവരുണ്ടാവും. അപ്പൊ നമുക്ക് കൂടുതലും ഈ ഫോണും കാര്യങ്ങളും ഒക്കെ ഒരുപാട് യൂസ് ഒക്കെ വരും. അതൊക്കെ ആ ടൈമൊക്കെ മാക്സിമം ഇപ്പൊ ലിമിറ്റ് ഇനി 2 months ഉള്ളു. ആ ഒരു 2 months കഴിഞ്ഞിട്ട് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ഇത്രയും വർഷത്തെ ഉള്ള ഒരു ഡ്രീം ആയിരിക്കും. അപ്പൊ അതിനുവേണ്ടി ഈ 2 months സാക്രിഫൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ജസ്റ്റ് 2 months ഇപ്പൊ നിങ്ങൾ കണ്ണടച്ച് തുറക്കുന്ന പോലെ പോകും. ആ മന്ത് ഇത്ര നാളും എഫേർട്ട് എടുത്തിട്ടില്ല, ഒന്നുമില്ലെങ്കിലും ഓക്കെ ഫൈൻ. പക്ഷെ ഇനിയുള്ള 2 months പഠിച്ചാലും നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ടെൻഷൻ ആവണ്ട, കൂളായിട്ടിരിക്കാൻ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളുടെ ചുറ്റും ഉള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒട്ടും ഐസൊലേറ്റ് ആവാതെ നിങ്ങളുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ കൺവേ ചെയ്യാതെ, ഈവൻ വീട്ടുകാരുടെ അടുത്താവാം, ഫ്രണ്ട്സിന്റെ അടുത്താവാം, നിങ്ങളുടെ സ്ട്രെസ് എങ്ങനെയാണ് റിലീവ് ചെയ്യാൻ പറ്റുക അങ്ങനെ നിങ്ങൾ ചെയ്യുക. ഒരിക്കലും സ്ട്രെസ് ആയിട്ട് ഇരിക്കാതിരിക്കുക. മാക്സിമം എഫേർട്ട് ഇടുക. ഈ ഒരു 2 months നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം കോളേജിൽ എത്താനായിട്ട് പറ്റും. ലാസ്റ്റ് 2 months നിങ്ങൾ വളരെ കോൺഷ്യസ് ആവേണ്ടത് എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എത്ര പഠിക്കുന്നു ഡസൻ മാറ്റർ. ഇപ്പൊ റിവൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആനിമൽ കിങ്ഡം ആയാലും പ്ലാന്റ് കിങ്ഡം ആയാലും ഒരുപാട് പഠിക്കും. പക്ഷെ അത് റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ മേക്ക് ഷുവർ നിങ്ങൾ എല്ലാം പഠിക്കുന്നതിന് നല്ലോണം റിവൈസ് ചെയ്യും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, യൂഷ്വലി നീറ്റ് എക്സാം എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആർക്കും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു 2 months നിങ്ങൾ എത്രത്തോളം പഠിച്ചില്ല എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതിന് പകരം നിങ്ങൾ പഠിച്ച് കവർ ചെയ്ത ടോപ്പിക്സ് പിന്നെയും പഠിച്ച് പിന്നെയും റിവൈസ് ചെയ്ത് ആ ഒരു ഫീൽഡിൽ നിങ്ങൾ അത് കുറച്ചുകൂടി സ്ട്രെങ്തൻ ആക്കാൻ ശ്രമിക്കണം. അല്ലാതെ പിന്നെ എക്സാമിന് പോകുമ്പോൾ തന്നെ ആയാലും മേ ബി കുറെ പോർഷൻസ് നിങ്ങൾ കവർ ചെയ്യാത്തതുകൊണ്ട് പല ടെൻഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും. പക്ഷെ അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ അധികം ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്സേ വരത്തുള്ളൂ. എനിക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് വായിക്കരുത്.
പിന്നെ ഞാൻ ലാസ്റ്റിലോട്ട് മറ്റേ ഫിസിക്സ് ടെക്സ്റ്റ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബയോളജി നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. ടെക്സ്റ്റ് വീണ്ടും വീണ്ടും വായിക്കണം. കാരണം നീറ്റ് എഴുതുന്നതിൽ പകുതി ആൾക്കാർ ബയോളജി ഫുൾ സ്കോറിങ്. അപ്പോൾ നമുക്ക് അതിലൊട്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. സോ ടെക്സ്റ്റ് വീണ്ടും വീണ്ടും വായിക്കാം. എവറി സെന്റൻസ് ഷുഡ് ബി വായിക്കും. ആ രീതിയിൽ വായിക്കാം. പിന്നെ എക്സ്ട്രാ വേറെ ടെക്സ്റ്റ് ബുക്സ് വായിക്കണം. NCERT തന്നെ ഫോക്കസ് ചെയ്യാം. NCERT ഫോക്കസിലെ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അല്ലാതെ വേറെ എക്സ്ട്രാ ഔട്ട് ഓഫ് ദ ബോക്സ് കാര്യങ്ങളൊന്നും ലാസ്റ്റ് നിമിഷം നമുക്ക് വേണ്ട. പിന്നെ ഹെൽത്ത് നോക്കുക, നന്നായിട്ട് ഉറങ്ങുക, ഒരു പ്രോപ്പർ റുട്ടീൻ ഉണ്ടാക്കുക. പിന്നെ ആ ഒരു മൊമെന്റ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആവുക. ലാസ്റ്റ് നിമിഷം ഒരു ബബിളി മിസ്റ്റേക്സ് ഒക്കെ കാരണം നമ്മൾ പാനിക് ആവുക. സോ ബബിൾ ചെയ്ത് പഠിക്കുക എക്സാംസിന് വേണ്ടി. OMR ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുക. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കണേ. ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്കോറ് മറ്റുള്ളവരുടെ സ്കോറായിട്ട് കമ്പയർ ചെയ്യരുത്. നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഇപ്പം നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്തുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സ്കോറ് 400 ആവാം, 450 ആവാം, 500 ആവാം. പക്ഷെ ഇതല്ല നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോർ. ഇതായിരിക്കില്ല നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോർ. അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ഇത്ര നാളത്തെ ഹാർഡ് വർക്ക് മൊത്തം നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോറിൽ തീർച്ചയായിട്ടും റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ സ്കോർ വെച്ച് ആരും ഡിസൈഡ് ഇരിക്കരുത്, വിഷമിച്ചിരിക്കരുത്. എനിക്ക് ഇത്രേ പറ്റുള്ളൂ, എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിരിക്കരുത്. നീറ്റിന്റെ സ്കോർ നല്ല ഡിഫറെൻ്റ് ആയിരിക്കും. അതിനു വേണ്ടി വർക്ക് ചെയ്യുക. 3 ഹവർ നന്നായിട്ട് എഴുതാൻ വേണ്ടി വർക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും ഇങ്ങനെ ഞാൻ പഠിച്ചതൊക്കെ മറന്നു പോവാണ്, എനിക്കൊന്നും ഓർമ്മയില്ല എന്നൊന്നും പറഞ്ഞ് സങ്കടപ്പെടരുത്. നിങ്ങൾ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടാവും. പിന്നെ മറന്നു പോകാന്നുള്ളത് വളരെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങളിങ്ങനെ റിവൈസ് ഒക്കെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കത് തറവാവും, നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവും. അപ്പം ഞാനെല്ലാം മറന്നു പോയി എന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങൾ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എക്സാം വരുമ്പോൾ. അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പം എല്ലാവരും പാനിക് ആവാണ്ടിരിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. പിന്നെ ഹെൽത്ത് നോക്കുക, പുറത്തുനിന്നുള്ള ഫുഡൊക്കെ ഒഴിവാക്കുക. ബിക്കോസ് നിങ്ങൾക്ക് പനിയോ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വരാണെങ്കിൽ അങ്ങനെയും നിങ്ങളുടെ സമയം പോവും. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രിപ്പറേഷൻ അവിടെ ലാഗ് ആവാണ്. അപ്പോൾ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ ഒഴിവാക്കി ഹെൽത്തൊക്കെ നോക്കുക. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ നീറ്റ് എക്സാം. ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.